ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ആഫ്റ്റർ CJP പ്രൊട്ടസ്റ്റ് ഇന്ത്യ ഹാസ് എ ന്യൂ മൂവ്മെന്റ്. പുതിയൊരു മൂവ്മെന്റ് CJP പ്രൊട്ടസ്റ്റിന് ശേഷം തുടങ്ങിയിരിക്കുകയാണ്. നിതിൻ ഗഡ്കരിയുടെ E20 പെട്രോളിന് എതിരെയായിട്ട് E20 ജനതാ പാർട്ടി രൂപീകരിച്ചതുപോലെ അല്ല ഈ സംഭവം. ഇത് കുറച്ചുകൂടെ സീരിയസ് ആണ്. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ, ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ക്രോസസ് മോർ ദാൻ 5 million ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം ഇൻ 5 days. 5 ദിവസം കൊണ്ട് 5 മില്യൺ എന്ന് പറയുമ്പോൾ 50 ലക്ഷം പേരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ഇതിൽ നിരന്തരം ഇതിന്റെ നേതാക്കൾ അതിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. നിരന്തരം അതിന്റെ വീഡിയോസ് അതിന്റെ നേതാക്കൾ അതിൽ ഇടുമ്പോൾ അതിന് ലഭിക്കുന്ന വ്യൂസും അത്രത്തോളമാണ്. പോരാത്തതിന് ഇതൊരു വലിയ ഇഷ്യൂ ബേസ്ഡ് ഓൺലൈൻ ക്യാമ്പയിനായി റാപ്പിഡ്ലി ഗെയിനിങ് വിത്ത് ആൻ ആന്റി റിസർവേഷൻ ഗ്രൂപ്പ് കോൾഡ് ഇറ്റ് സെൽഫ് റിസർവേഷൻ ഹട്ടാവോ അതായിട്ട് വളർന്നു വരികയാണ്. The development comes after the Cockroach Janata Party-led Gen Z protests over the NEET irregularities and amid a broader wave of social media-led campaigns around public policy issues. അവർ പറയുന്നത് ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് വളരെ സമാധാനപരമായിരിക്കും, ഞങ്ങൾ ഉടനെ തന്നെ തെരുവിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ അഡ്രസ് ചെയ്യണം. ഇവിടെ റിസർവേഷൻ കാരണം പൊറുതിമുട്ടുന്ന ധാരാളം മുന്നോക്ക വിഭാഗക്കാരുണ്ട്. അപ്പൊ അവരുടെ വിദ്യാർത്ഥികൾക്കും അവർക്കും എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തെങ്കിലുമൊക്കെ അവർക്കുമായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ ഈ റിസർവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടണം. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ദ ഗ്രൂപ്പ് സ്ലോഗൻ ഡ്രോസ് ഫ്രം BR Ambedkar Educate, Agitate, Organize, while organizers describe the campaign as a citizen-led movement with no political affiliation. അംബേദ്കർ തന്നെയാണ് അവർ ഉദ്ധരിക്കുന്നത്. അംബേദ്കർ പറയുന്നത് എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നാണ്. അത് ഉദ്ധരിക്കുന്നതിന് പിന്നാലെ ഈ മൂവ്മെന്റ് മുന്നിലേക്ക് വയ്ക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇവരുടെ ആവശ്യം, ഞാനിപ്പോ അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയപ്പോൾ അവർക്ക് വേണ്ടത് റിസർവേഷൻ സമ്പൂർണ്ണമായിട്ട് റദ്ദാക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് റിസർവേഷൻ ഈ സമൂഹത്തിൽ ആവശ്യമുള്ള ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക. അവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ ശേഷം നിങ്ങൾ ബാക്കിയുള്ള റിസർവേഷൻസ് ഒക്കെ നിങ്ങൾ എടുത്ത് കളയണം. ബാക്കിയുള്ള ജാതി റിസർവേഷൻ, അനാവശ്യമായിട്ടുള്ള ജാതി റിസർവേഷൻ, മതങ്ങൾക്ക് കൊടുക്കുന്ന റിസർവേഷൻ, ഇതെല്ലാം നിങ്ങൾ എടുത്തു കളയണം. ഒരു വിദ്യാഭ്യാസ വിഭാഗത്തിൽ നിന്നെങ്കിലും ഇത് എടുത്തു കളയണം എന്നാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. പോരാത്തതിന് ദ ഗ്രൂപ്പ്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അണ്ടർ ദ username Reservation Hatawo Movement has 109 posts, follows one account and has amazed for 5 million followers. എന്തായാലും ഇതിനെ ബാക്ക് ചെയ്യുന്നത് സിറ്റിസൺസ് ഹു ബിലീവ് റിഫോം ഡിസേർവ്സ് എ വോയിസ്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനെ ബാക്ക് ചെയ്യുന്നത് എന്ന് അവർ തന്നെ പറയുകയാണ്. പോരാത്തതിന് അവരുടെ ഒരു പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ്. മറ്റേ E20 ജനതാ പാർട്ടിയെ പോലെയല്ല, അതിനിപ്പോ ഏകദേശം 449K 4 ലക്ഷം ഫോളോവേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിന് ഓരോ ദിവസം നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ ഫോളോവേഴ്സ് കൂടുകയാണ്. ജെനുവിൻ ഓർഗാനിക് ഫോളോവേഴ്സ് ആണ് ഇതിന് കൂടുന്നത്. പക്ഷെ അവരുടെ ആവശ്യം ജെനുവിൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരുടെ ആവശ്യത്തിലും അവർ കടുംപിടുത്തം പിടിക്കുന്നില്ല. അവർ പറയുന്നത് റിസർവേഷൻ ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക് അത് നിങ്ങൾ കൊടുത്തോളൂ, അനാവശ്യമായിട്ടുള്ള റിസർവേഷൻ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ ഇവിടെ സാധ്യമാവെന്ന് പറയുന്നു. ഇതിപ്പോ തുടങ്ങുന്ന മൂവ്മെന്റ് അല്ല, ഇതിനു മുമ്പ് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ താങ്കൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെന്റുകളിൽ നിന്ന് ഈ മൂവ്മെന്റ് വ്യത്യസ്തമാണോ? ഇത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? സർക്കാരിന് ഇത് ഏത് രീതിയിലായിരിക്കും തിരിച്ചടി ഉണ്ടാക്കുക? ഇതല്ലെങ്കിൽ ഗുണം ചെയ്യുമോ സർക്കാരിന്? എന്തായിരിക്കും ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം? ഇത് കേരളത്തിൽ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യതയുണ്ട്? ഈ ഒരു മൂവ്മെന്റ് പാറ്റാ സമരം പോലെ അല്ല, വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ്. പാറ്റാ സമരം പോലെ അല്ല ഇത്. കാരണം അത് ഒരു പറ്റം ചെറിയ വിദ്യാർത്ഥികളുടെ ഒരു സമരമാണെങ്കിൽ ഇത് ഓൾറെഡി തന്നെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ വേറെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സംവരണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ പട്ടേൽ വിഭാഗം ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തില് വലിയ സമരം ഗുജറാത്തിൽ നടന്നതാണ്. അതിൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അക്രമാസക്തമായ സമരമായിരുന്നു. 2, മറാത്തയില് ഈ അടുത്ത കാലം വരെ നടന്ന സമരം മറാത്ത സംവരണമായിരുന്നു. അവിടെയും വിഷയം ഇതാണ്, ഞങ്ങളെയും OBC പട്ടികപ്പെടുത്തുക. പട്ടേദാർ പറഞ്ഞ് ഞങ്ങളെ OBC പെടുത്തുക. രാജസ്ഥാനിലടക്കം ഗുജ്ജാർ വിഭാഗങ്ങൾ അവർ ട്രെയിൻ തടഞ്ഞ് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു, വെടിവെപ്പുണ്ടായി. മുൻപ് വലിയ സമരം നടന്നു. ഗുജ്ജാർ വിഭാഗം അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ജാട്ട് വിഭാഗത്തിന്റെ വലിയ സമരങ്ങൾക്ക് ഹരിയാനയും ഉത്തർപ്രദേശും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സമുദായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിന്റെ
ഒരു മണ്ണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന സംവരണേതര വിഭാഗം നമുക്ക് ചെറുതായിട്ട് തോന്നും. ഇവിടെ നമ്മൾ മാക്സിമം കാണുന്ന നായന്മാരെയും കുറച്ച് ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ബ്രാഹ്മിൺസിനെയൊക്കെയാണ് കാണുന്നത് നമ്മുടെ കേരളത്തിൽ. അവിടെ അവരുടെ ശതമാനം വളരെ കുറവായിരിക്കാം. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ യു പിയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ യാദവ എന്ന് പറയുന്ന ജാതിയുടെ അത്രയും തന്നെ ബ്രാഹ്മണയുണ്ട്, രജപുത്രയും അത്രയുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ ഫോർമുല ബ്രാഹ്മണ പ്ലസ് യാദവയായിരുന്നു അവിടെ ഒരു കാലത്തെ ഫോർമുല. പിന്നീട് മായാവതി വന്നിട്ടത് മുസ്ലിം ബ്രാഹ്മണ പിന്നോക്ക എന്നൊരു ഫോർമുല കൊണ്ടുവന്നിട്ടാണ് അവർ ജയിച്ചു കയറുന്നത്, മുഖ്യമന്ത്രി ആകുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ ഉണ്ട്. ഈ ഉത്തരാഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 33% മുന്നോക്ക വിഭാഗം. അപ്പൊ അവരെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഈ സമരത്തിനെ ഇത് ബാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ ബാധിക്കുക എന്നതിനേക്കാൾ ഉപരി BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഒരു സമരം കത്തിപ്പടർന്നാണ് ഉണ്ടാകുന്നത്. കാരണം ഹിന്ദുത്വ ബേസിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. അതിൽ തന്നെ ഇവരെ വളർത്തിക്കൊണ്ട് വന്നതിനകത്ത് ഒരു വലിയ പങ്ക് മുന്നോക്ക വിഭാഗത്തിന്, സവർണ പാർട്ടി തന്നെയായിരുന്നു അത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരികയും ആ പാർട്ടിയുടെ ഫ്ലേവർ മാറുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സ്ട്രെങ്ത് അവർക്കുണ്ട്. ആ പാർട്ടിയെ അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ ഇപ്പുറം പോകും. അതായത് ഇത് ഈ BJP തകർക്കാൻ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ സിസ്റ്റം ആദ്യം കൊണ്ടുവന്നത് പാർട്ടികളല്ല, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഡിവൈഡ് റൂൾ സിറ്റുവേഷനിൽ ഭരണം കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ BJPയെ തകർക്കുവാനായിട്ട് ശ്രീ VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വലിയ രീതിയിൽ കത്തി നിന്നപ്പോഴാണ് ശ്രീ LK അദ്വാനി അദ്ദേഹം ഒരു രഥയാത്ര നടത്തി അയോധ്യ വിഷയം ഉയർത്തി. അന്നൊരു അയോധ്യ ഉണ്ടായിരുന്നു, ഒരു രാമൻ ഉണ്ടായിരുന്നു. ആ ഒരു സ്ട്രൈക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ നിന്ന് BJPക്ക് രക്ഷപ്പെടാനായിട്ട്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഈ സമരങ്ങൾ വരുമ്പോഴത്തേനും ഈ സർക്കാരുകൾ ഇതിനകത്ത് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ദളിത് വിഭാഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രമാണ് ഈ സംവരണം പറയുന്നത്. അത് ഹിന്ദുവിലും ഹിന്ദുവിലും ബുദ്ധന്മാരിലും മറ്റുമുള്ള ആ വിഭാഗത്തിന് മാത്രമേ സംവരണം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ്. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാലക്രമേണ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പലരെയും ഇതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. അവസാനം സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു 50% ഇനി പറ്റൂ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നു. 50% പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇതിനകത്ത് 1% അവിടെ കുറയ്ക്കും, 2% ഇവിടെ കയറ്റി വെക്കും. അങ്ങനെ വന്ന് ഇത് ഫുള്ളായി. സത്യത്തിൽ ഇവിടെ നടത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട, ഞാനത് ഒരുപാട് കാലമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പട്ടികജാതി പട്ടികവർഗത്തിനടക്കം ഇത്രയും നാൾ കൊടുത്ത സംവരണം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്? പലയിടത്തും ആ ഗുണം അവർക്ക് ലഭിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ ഈ സംവരണം കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഒരു ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ഇത് ഹാർദിക് പട്ടേലിന്റെ അത് വന്നു. ഹാർദിക് പട്ടേൽ പക്ഷെ ആ സമരങ്ങളെല്ലാം മറ്റ് പാർട്ടികൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഹാർദിക് പട്ടേലിന്റെ ആ സമരം കൊടുമ്പിരി കൊണ്ടുകഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ വലിയ ആളുകൾ വരുന്നു. കോൺഗ്രസ് പാർട്ടി അത് മുതലെടുത്തു. കോൺഗ്രസ് പാർട്ടി എങ്ങനെ മുതലെടുത്തു എന്ന് ചോദിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഹാർദിക് പട്ടേലിനെ കോൺഗ്രസിൽ എടുക്കുക മാത്രമല്ല അധ്യക്ഷനാക്കുകയും ചെയ്തു. കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളാണ് പട്ടേൽമാർക്ക് വേണ്ടി നിന്നത്, ഞങ്ങളുടെ സമരമായിരുന്നു നടന്നതെന്ന്. ശരിക്കും പട്ടേൽമാർ നടത്തിയ സമരമായിരുന്നു, ഹാർദിക് പട്ടേലായിരുന്നു ഹീറോ. പക്ഷെ അത് പൊളിഞ്ഞുപോയി. ഇന്നിപ്പോ ഹാർദിക് പട്ടേൽ BJP ആണ്. ജിഗ്നേഷ് മേവാനി വന്നു. അതായത് ഉനാവ കേസുമായി ബന്ധപ്പെട്ടാണ് ജിഗ്നേഷ് മേധാവി ഈ ദളിത് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് വരികയുണ്ടായി. അത് പിന്നെ വലിയ രീതിയിൽ മുമ്പോട്ട് പോയില്ല, അതിനെ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നു. അത് ഒരു ചെറിയൊരു വിഷയമായതുകൊണ്ട് സംവരണ വിഷയം അല്ലായിരുന്നു. ഗുജ്ജറുകളുടെ സമരം വന്നു, എത്ര തവണ അവരുടെ സമരം വന്നു, വലിയ സമരം വന്നു. ഈ UP തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പും അത്തരം സമരം വന്നു. ഇപ്പൊ വരാൻ പോകുന്നത് UP തെരഞ്ഞെടുപ്പാണ്. പക്ഷേ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ മൂവ്മെന്റ് വരുന്നത്. ആ UP തന്നെ ഉണ്ട് ഈ ഗുജ്ജാറിന്റെതും ഈ പറയുന്ന ജാട്ടുകളുടേതുമായിട്ടൊരു വലിയ വിഭാഗമുണ്ട്. അവിടെ കൂടി ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻ. സംവരണത്തിന്റെ ഒരു പുനഃപരിശോധിക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഈ ചില സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടുന്ന ചിലർക്ക് സംവരണം കൊടുത്തിട്ടുണ്ട്. സംവരണം ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. അത് സംവരണം എന്ന് പറഞ്ഞത് താൽക്കാലിക പ്രതിഭാസമാണ്, താൽക്കാലികമായി ഒരു സംവിധാനമാണ് സംവരണം എന്ന് പറഞ്ഞത്. അതായത് ആ വിഭാഗം ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംവരണം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ദളിത് പിന്നോക്ക വിഭാഗത്തിന് അതാണ് അതിന്റെ രീതി, അതാണ് നിയമം. പക്ഷെ ഇവിടെ കാലാകാലങ്ങളുള്ള സംവരണം കൊടുക്കും. ആ സംവരണം കൊണ്ട് അത് മുമ്പ് ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാർ അതിന് തീരുമാനം എടുത്തതാണ്. ഇവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ എന്ന് അറിയണമല്ലോ, ഇത്രയും കാലം ഈ സംവരണം നടന്നത്. പക്ഷെ ഗുണം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടത്തും അവരുടെ ആ ഗുണം കിട്ടിയിട്ടില്ല. എന്തിനാണോ ആ സംവരണം കൊണ്ട് ഇവരെ കൈപിടിച്ച് ഉയർത്തി മോൾത്തട്ടിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പലയിടത്തും പാളിപ്പോയിട്ടുണ്ട്. പലതും പാളിപ്പോയി മോദി വന്നതുകൊണ്ട് പാളിയതല്ല, അത് മോദി വരുന്നതിന് മുമ്പ് കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ ഇത്.
അന്ന് ഒരിക്കൽ രാജീവ് ഗാന്ധിക്ക് തുറന്നു പറയേണ്ടി വന്നു, 1 രൂപ കൊടുത്താൽ 10 പൈസയാണ് താഴെ കിട്ടുന്നതെന്ന്. അതിനർത്ഥം എന്താണ്? 90 പൈസ ഇടയ്ക്ക് നിൽക്കുന്നതിന് അടിച്ചു മാറ്റുക. അതാണ് അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മൂവ്മെന്റ് വരുന്നത്. ഈ മൂവ്മെന്റിനെ ഇപ്പോഴേ തന്നെ അവരുമായി ചർച്ച നടത്തി അത് എന്താണോ അവരുടെ വിഷയങ്ങളെ, അവരുടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം നരേന്ദ്രമോദി ഒന്നും വിചാരിച്ചാൽ പെട്ടെന്ന് തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു സമരമല്ല. കാരണം ഈ സമരം എന്ന് പറഞ്ഞൊരു എന്താണ് പറയുന്നത്, ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. കാരണം ഇത് ഹിന്ദു സമുദായത്തിനിടയിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ മറ്റുള്ളവർ ഇതിനെ ഉപയോഗിക്കും. പക്ഷെ അവരിപ്പോ പറയുന്ന കാര്യങ്ങൾ ആരുടെയും റിസർവേഷൻ എടുത്തു കളയാൻ അവർ പറയുന്നില്ല. അർഹിക്കുന്നവർക്ക് കൊടുക്കൂ, അർഹിക്കാത്തവർക്ക് അത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതൊരു നല്ല സ്റ്റാൻഡാണ്. പക്ഷെ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുകാർ കടന്നു കയറിയിട്ട് പോകുന്ന സംഭവം, മുന്നോക്കക്കാർ നിങ്ങളെ തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്കക്കാരെ തെരുവിലിറക്കിയാൽ പിന്നോക്ക സംഘർഷം ഈ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ലോജിക്കാണിത്. ഇതിനെ ബുദ്ധിപൂർവ്വം, അതല്ലാതെ അവിടെ ഞാൻ സംഭവമാണ്, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദൈവം താഴോട്ടൊന്ന് ഇറങ്ങി വന്ന് താഴെത്തട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സമവായത്തിലൂടെ പോയാൽ അതൊരു തലവേദന. E20യുടെ പാർട്ടി കണക്കല്ലത്. E20 ഒന്നും കേൾക്കാൻ പോകുന്നില്ല ആ സമരം. ഇത് അതുപോലെയല്ല. ഇത് കുറച്ചുകൂടെ രൂക്ഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തല്ല, ലോകത്ത് തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലേക്ക് കടക്കുന്ന ഒരു സാധനം മതവും ജാതിയൊക്കെ തന്നെ. പിന്നെ രാഷ്ട്രീയം വരുന്നുള്ളൂ. കാരണം കുത്തിവെക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ അത് രക്തത്തിൽ പടർന്നു കയറും. നമ്മളെന്താ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ 15 മിനിറ്റ് എങ്ങാണ്ട് വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് അത് അലിഞ്ഞു ചേരാൻ. ഇത് 15 മിനിറ്റ് പോലും വേണ്ട, 1-2 സെക്കൻഡ് മതിയാവും. അപ്പൊ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ അനുബന്ധമായിട്ട് നിൽക്കുന്ന സംഘടന ഉണ്ട്. BJP മാത്രം വിചാരിച്ച ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അവരുടെ അനുബന്ധമായി നിൽക്കുന്ന സംഘടനകളും അതിന്റെ നടപടികൾ തുടങ്ങേണ്ടതാണ്. കാരണം ഇത് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യം പോവുകയാണ്. എല്ലാ 28 സംസ്ഥാനങ്ങളിലും വ്യാപിക്കാൻ കെൽപ്പുള്ള ഒരു ആശയമാണ് ഈ സമരത്തിന് പിന്താങ്ങുന്ന ആശയമല്ല, സംഘടനാ വൈദഗ്ധ്യമുണ്ട്. അതാണ് ഞാൻ കുറച്ച് ഗുജറാത്തുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ എന്താ വരത്തില്ല അവർക്ക്? പാർട്ടികളെ പോലെയല്ല. പാർട്ടികളെ ഇവർക്ക് അങ്ങനെ ആൾക്കാരെ സംഘടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. ഓൾറെഡി പല സംസ്ഥാനങ്ങളിലും ഇത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത് ഹൈന്ദവ സംഘടനകളെ കൂടെ കേന്ദ്ര സർക്കാർ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ ഒരു ഹെൽപ്പിൽ മാത്രമേ ഇത് നടക്കൂ. അതല്ലാതെ നെഞ്ചുപിരിച്ച് നിന്നുകൊണ്ടോ ഇല്ലെങ്കിൽ തലചോർഞ്ഞു നിന്നുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. പകരം ഇതേ രീതിയിൽ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് നടക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ സമരത്തിന്റെ ഒരു വേലിയേറ്റം തന്നെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. E20 ഒന്നും ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു സമരമേ അല്ല, അത് ചീറ്റിപ്പോകത്തേ ഉള്ളൂ. കാരണം വളരെ സിമ്പിളാണ് ആ സാധനം. പ്യുവർ പെട്രോൾ വേണ്ടവും ഇപ്പൊ നിലവിൽ എല്ലാ പമ്പുകളിലും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പ്യുവർ പെട്രോൾ. ചില പമ്പുകളിലൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രീമിയം പെട്രോൾ എല്ലാ ചിലയിടത്തൊക്കെ ഉണ്ട്. അവിടെ വേണ്ടവൻ അതടിച്ച് അങ്ങ് പോകാന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ട് അവിടെ അവസാനിക്കും. അതും 2022 ശേഷം ഇറങ്ങിയ വണ്ടികൾക്ക് E20 കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ആ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. B6 ഉള്ള വണ്ടികൾക്കൊന്നും ഇല്ലെന്ന് പറയുന്നത് അറിയില്ല. പക്ഷെ ഇത് അതുപോലെയല്ല, വളരെ രൂക്ഷമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് വളരെ നുള്ളിയില്ലെങ്കിൽ, കാരണം ഈ നാട്ടിൽ ഡീപ് സ്റ്റേറ്റ് ഇല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകാർ ഒരുപാടുണ്ട് എന്നുള്ളത് സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാകും. കൂടെ നിൽക്കുന്നവരെ കൂടെ വിശ്വാസത്തിൽ എടുക്കുക. അങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് ഒതുക്കാൻ പറ്റൂ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? BJP എന്ന് പറഞ്ഞൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ബേസിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. അതിനിടയിൽ ഒരു വിള്ളൽ വന്നാൽ എന്ത് ചെയ്യും? ഉറക്കം തൂങ്ങിയിരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്ട്രൈക്ക് വരുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കാൻ പറ്റില്ല. അവരവിടെ നടത്തിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ നിപ്പുണ്ട്, ഞങ്ങളെ കണ്ട അവർ ഒതുങ്ങിക്കോളും എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം വരാൻ പോകുന്ന ഇലക്ഷൻസ് 5 സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം UP തെരഞ്ഞെടുപ്പാണ്. ആ UP തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പരാജയം കേന്ദ്ര സർക്കാരിനെ ബാധിക്കുക തന്നെ. ഭരണം പോകുമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് അവിടെ മോദിയുടെ ഒരു പ്രതിച്ഛായ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കും. UP തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു പുതിയ രാഷ്ട്രീയ ഉദയം അല്ലെങ്കിൽ പുതിയ ഹീറോ ഉയർന്നു വരുന്നത് ഈ UP തെരഞ്ഞെടുപ്പിലായിരിക്കും. UP തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് ഒരു പുതിയ ഹീറോ ആകാം ഒരു പക്ഷെ നാളെ ഭാരതം നമ്മളെ നയിക്കേണ്ടി വരിക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി ചിലപ്പോൾ അത് ആഗ്രഹിക്കാത്തവരുണ്ടാകാം, അതെല്ലായിടത്തിലും കാണുമല്ലോ, അങ്ങനെയുള്ളവരും കാണാം. ഏതായാലും ഈ ഒരു മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ധനുഷ് പറയുന്നത് കേട്ടിട്ട് 50 ലക്ഷം പേരാണ് ഇപ്പൊ തന്നെ 5 ദിവസം കൊണ്ട് അവരുടെ ഫോളോവേഴ്സ്. 50 ഒന്നുമല്ല, അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് തന്നെയാണ് അവരുടെ. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അവർക്കുണ്ട്, അവർക്കെന്നല്ല അത് കണക്കുള്ള സംഘടനകളുണ്ട്. ഗുജ്ജറുകളായാലും ജാട്ടുകളായാലും മറാഠാസ് ആയാലും പട്ടേദാർ ആയാലും. പിന്നെ ഇത് മനസ്സിൽ സൂക്ഷിക്കുന്ന നായിഡു മുതലും മറ്റുള്ളവർ വേറെയും കിടക്കുന്നു. പിന്നെ ഇത് ഇത് മുമ്പോട്ട് വെക്കുന്ന ആശയത്തിൽ നിഷ്പക്ഷർക്കും ഈ ആശയം മുമ്പോട്ട് കൊള്ളാൻ തോന്നും. അർഹതപ്പെട്ടവർക്ക് മാത്രം സംവരണം കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ അതിനെ കണ്ട്, അതായത് നിസ്സാരമായി കാണാതിരിക്കുക, പുച്ഛിക്കാതിരിക്കുക ഒന്നിനെയും.
കാരണം നിസ്സാരമായി കാണാതെ അതിനെ ഇത് ചെയ്ത് ഇപ്പോഴേ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ മൂവ്മെന്റ് ഒരു വലിയ മൂവ്മെന്റ് ആയിരിക്കും. ആഗസ്റ്റ് 15 അല്ല അവരുടെ ലക്ഷ്യം. 2027 ഉത്തർപ്രദേശ് അടക്കമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ വലിയ സ്വാധീനം അത് ചെലുത്താതിരിക്കണമെങ്കിൽ ബാക്കിയുള്ള ഹൈന്ദവ സംഘടനകളെ എല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെയും കൂടെ ഹെൽപ്പിൽ ഇത് സമവായത്തിലൂടെ തീർക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ അംഗീകാരം ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമം കൂടുതൽ വരുന്നത്. എന്തെങ്കിലും 10 പൈസ കിട്ടണമെന്നുള്ളതല്ല, അംഗീകാരം. ഒന്ന് കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുക, അത് നമ്മളൊരു അംഗീകരിക്കലാണ്. അല്ല കാണുമ്പോൾ 10 രൂപ തരണമെന്നുള്ളതല്ല. അംഗീകരിക്കപ്പെടാത്തിടത്ത് പ്രതിഷേധം അലയടിക്കും. ആ പ്രതിഷേധത്തെ പിടിച്ചു കിട്ടാൻ വലിയ പാടായിരിക്കും. അത് ഇനിയെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടതാണ്.